പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ച ദിവസം കൂടിയാണല്ലോ ഇന്ന്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ കൂടി നോക്കണം, അവിടുത്തെ കാര്യങ്ങൾ കൂടി അറിയണം. ചൂട് പിടിച്ച് ശൈത്യകാലം. അങ്ങനെ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ രാവിലെ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് നടത്തിയത്. ജനവികാരം എതിരാണെന്ന് പ്രതിപക്ഷം ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും നിങ്ങളുടെ നിരാശയും രോഷവും പാർലമെന്റിൽ വന്ന് തീർക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ എംപിമാർക്കും പാർലമെന്റിൽ സംസാരിക്കാൻ അവസരമുണ്ടാകണം. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണം. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ തന്ത്രങ്ങളെയും ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും നാടകം കളിക്കാൻ വേറെ സ്ഥലം കണ്ടെത്തിക്കോളൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആ പ്രതികരണത്തിലേക്ക്. ड्रामा करने के लिए जगह बहुत होती है, जिसको करना है करते रहें. यहाँ ड्रामा नहीं, डिलीवरी होनी चाहिए. नारे के लिए भी जितने नारे बुलवाने हैं वो पूरा देश खाली पड़ा है. जहाँ पराजित होकर के आए वहाँ बोल चुके हो, जहाँ अभी पराजय के लिए जाने वाले हो वहाँ भी बोल दीजिए. लेकिन यहाँ तो नारे नहीं, नीति पर बल देना चाहिए और वो आपकी नीयत होनी चाहिए. അതെ, നാടകം കളിക്കാനുള്ള സ്ഥലമല്ല ഇതെന്നും അതിന് വേറെ സ്ഥലം കണ്ടെത്തിക്കോളൂ എന്നുമാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും വ്യക്തമാക്കിയത്. അതേസമയം ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ ലോക്സഭ ഇന്ന് ബഹളമയമായിരുന്നു. കാരണം സഭ 12 മണിവരെ നിർത്തിവെച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ചർച്ച അനുവദിച്ചില്ല. പിന്നാലെ സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. पुनः आग्रह कर रहा हूं, सदन में नियोजित तरीके से बाधित करना लोकतंत्र में अच्छी परंपराएं नहीं है. आप अपनी सीट पर विराजें. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. ഓക്കെ, ഗൗതം ആമ്രകുഞ്ച് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ ഇന്ന് സഭ ബഹളമയമായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് സഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടത്തിയ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ആ പ്രസംഗത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആരംഭിക്കേണ്ടത്. കാരണം സഭയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി രാവിലെ തന്നെ അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പോയത്. സഭ നാടകം കളിക്കാനുള്ള സ്ഥലമല്ലെന്നും സഭയിൽ നടക്കാനിരിക്കുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ നാടകങ്ങളാണ് എന്നുള്ള സൂചന ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി രാവിലെ തന്നെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് സംസാരിച്ചത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ്. ആ പരാജയത്തിന് പിന്നാലെ ഉണ്ടാകുന്ന രോഷമാണ് സഭയിൽ നടക്കാൻ പോകുന്നത് എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് ആ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. പിന്നാലെയാണ് SIR. ഒരുപക്ഷെ നമുക്കറിയാം, പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായ SIR ആണ്. ആ SIRമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, അത് വോട്ട് കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, BLOമാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തതോടു കൂടിയിട്ടാണ് ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകുന്നത്. കോൺഗ്രസ് എംപിമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിലെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ് സഭ നിർത്തിവെക്കുന്ന സാഹചര്യം വന്നത്. നിലവിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസംബർ 1 ആരംഭിക്കുന്ന ഈ സഭ ശൈത്യകാല സമ്മേളനം അത് ഡിസംബർ 19 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഈ 19 വരെ നീണ്ടു നിൽക്കുന്നതിനിടയിൽ 15 സെഷനുകളാണുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 14 ബില്ലുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ ബില്ലുകളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിന് ചരിത്രത്തിൽ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള ശൈത്യകാല സമ്മേളനങ്ങളിൽ ഏറ്റവും ചെറിയ കാലയളവിൽ നടക്കുന്ന സമ്മേളനം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്നൊരു ഉദ്ദേശം ഈ സഭാ സമ്മേളന കാലയളവിൽ ശൈത്യകാല സമ്മേളനത്തിന് ഉണ്ട് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ സമ്മേളനത്തിലാണ് രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം അവസരം ആവശ്യപ്പെടുന്നത്. മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് അവസരമില്ലാത്ത തരത്തിലാണ് ബില്ലുകൾ പാസ്സാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ലേബർ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവിടെ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്ന ഈ 2 വിഷയങ്ങളും വലിയ ചർച്ചയായി മാറണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ സർക്കാരിന് പറയാനുള്ളതും ജനങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള മറുപടികളും ചോദ്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. പറഞ്ഞ പോലെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ച ദിവസം കൂടിയാണ് ഇന്ന്. മാത്രമല്ല, ഇന്ന് സമ്മേളനം ആരംഭിച്ച തന്നെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ച തന്നെ ഈ പ്രതിപക്ഷത്തിന് ഒരു മുന്നറിയിപ്പ് എന്ന കണക്കേ ഉള്ളതായിരുന്നു. അതിനുശേഷം സഭ ഇന്ന് പ്രക്ഷുബ്ധവുമായി. ഇനിയിപ്പോൾ